നമസ്തേ മമ പ്രിയ ഛാത്രാഹ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ പരീക്ഷ ഇങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾക്ക് ഇനി ഒരു ചെറിയൊരു ടിപ്പ് കൂടെ പഠിക്കാനുണ്ട്. നമ്മുടെ ജീവനചരിതം, നമ്മുടെ പ്രൊഫൈല് അല്ലേ, നമുക്ക് പരീക്ഷകൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജീവനചരിതം എന്നത്. അതെങ്ങനെയാണ് നമ്മൾ എഴുതുക എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈലിൻ്റെ ഹിൻസ് തരും അല്ലേ. എന്താണ്, ഒരാളെ കുറിച്ച് എഴുതാനുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ പേര് ആദ്യം തരും അല്ലേ. ഏതാണ്, എവിടെ നമ്മൾ പറയാൻ പോകുന്നത്? കുമാരനാശാൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ? കുമാരനാശാൻ പ്രസിദ്ധനായിട്ടുള്ള ആളാണ് അല്ലേ. കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ. ശരി, കുമാരനാശാനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. ആദ്യം നമ്മൾ നാമ എന്ന് പറഞ്ഞാൽ പേര് എന്നാണ് അർത്ഥം. കുമാരനാശാൻ എന്നാണ് പേര്. എപ്പോഴാണ് ജനനം? 1873 ഏപ്രിൽ 12 കായിക്കര ഗ്രാമത്തിലാണ് ജന്മ. പിതാ, അച്ഛനാരാണ്? നാരായണ. മാതാ കാളിയമ്മ. പ്രസിദ്ധി, അദ്ദേഹത്തിന് എന്താണ് പ്രസിദ്ധി? എവിടെയാണ് അദ്ദേഹത്തിന് പ്രസിദ്ധി ഉള്ളത് എന്ന് പറയുന്നു? കവിയാണ്. കവി എന്ന രീതിയിൽ അദ്ദേഹം പ്രസിദ്ധനാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ കൃതികളാണ് ഇനി പറയുന്നത്. വീണപൂവ്, നളിനി, ചിന്താവിഷ്ടയായ സീത. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഈ കവിതകളൊക്കെ അല്ലെ. മൃത്യു എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം എന്നാണ് അല്ലെ, മരിച്ചത് എന്നാണ്. 1924 ജനുവരി 16 അദ്ദേഹം മരണപ്പെട്ടത്. ശരി, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ കുമാരനാശാനെ കുറിച്ച് നമ്മൾ ഇത് ഒരു ജീവന ചരിതമാക്കിയിട്ട് നമ്മളൊരു പാരഗ്രാഫ് ആക്കിയിട്ട് എങ്ങനെ എഴുതും എന്ന് നോക്കാം. പ്രൊഫൈൽ എഴുതാൻ പോകുകയാണ്. ആദ്യം അദ്ദേഹത്തിന്റെ പേര് എഴുതണം ഹെഡിങ് ആയിട്ട്. കുമാരനാശാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹെഡിങ് കൊടുക്കുക. ശേഷം ആദ്യം എഴുതണം, അദ്ദേഹം ജനിച്ചതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് അല്ലെ. നാമ ആദ്യം എഴുതി കഴിഞ്ഞു, കുമാരനാശാൻ എഴുതി കഴിഞ്ഞു അല്ലെ, നാമ എഴുതി കഴിഞ്ഞു അല്ലെ, നാമ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? കുമാരനാശാൻ മഹോദയ 1873 തമേ വർഷേ. തമേ എന്ന വർഷത്തിൽ എന്നാണ്. 1873 എന്ന വർഷത്തിൽ ഏപ്രിൽ മാസത്തിൽ മാസത്തിൽ വർഷേ വർഷത്തിൽ എന്നാണ് കേട്ടോ. തമേ വർഷേ ഏപ്രിൽ മാസേ 12 ദിനാങ്കെ. 12 എന്നതിന് എന്താണ് പറയാ? ദ്വാദശ ദിനാങ്കെ കായിക്കര ഗ്രാമേ. ഏത് ഗ്രാമത്തിലാണ്? ഗ്രാമേ എന്നാണ്, ഗ്രാമത്തിൽ, കായിക്കര ഗ്രാമത്തില് ജനിമലഭത. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ജനിമലഭത, ജനിച്ചു എന്ന് പറയുന്നതിനെയാണ് ജനിമലഭത അല്ലെങ്കിൽ ജന്മപ്രാപ്തവാൻ. ജനിച്ചു എന്ന് പറയണമെങ്കിൽ ജന്മപ്രാപ്തവാൻ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ജനിമലഭത എന്ന വാക്കല്ലേ കുറച്ചുകൂടെ ഈസി. ജനിമലഭത നല്ലൊരു വാക്ക് അല്ലേ, നല്ലൊരു വാക്കാണ്. ജനിമലഭത എന്നാണ്. അസ്യ പിത, നമ്മൾ ഇനി ജനിച്ചത് എഴുതി കഴിഞ്ഞു അല്ലെ, ജനനം എഴുതി കഴിഞ്ഞു. ഇനി എന്താണ് എഴുതാൻ പോകുന്നത്? അസ്യ പിത, ഇദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്? പിതാ നാരായണ, ഇദ്ദേഹത്തിന്റെ അച്ഛൻ നാരായണനാണ്. മാതാ, അമ്മയാരാണ്? കാളിയമ്മയാണ് അമ്മ. ഭവതഃ, 2 പേരുള്ളത് കൊണ്ടാണ് ഭവതഃ എന്ന് പറയുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും പേര് എഴുതുമ്പോൾ നമ്മൾ ഭവതഃ. പിതാ നാരായണ, മാതാ കാളിയമ്മ, ഭവതഃ ആകുന്നു എന്നാണ് അർത്ഥം. ഇനി അച്ഛൻ്റെയും അമ്മയുടെയും പേര് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി എന്താണ്? പ്രസിദ്ധി, ഇവർക്ക് എവിടെയാണ് പ്രസിദ്ധി ഉള്ളത് എന്നാണ്. അസ്യ മഹോദയസ്യ എന്നാണ്. അസ്യ ഇദ്ദേഹത്തിൻ്റെ, ഇദ്ദേഹം ആണ് എന്ന് പറയില്ലേ, ഇദ്ദേഹത്തിന്റെ കവിഹി ഇതി പ്രസിദ്ധി അസ്തി. ഇദ്ദേഹത്തിന് അസ്യ പ്രസിദ്ധി കവിഹി ഇതി. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധി എന്താണ്? കവിഹി ഇതി, ഒരു കവിയാണ് എന്നതാണ് പ്രസിദ്ധി എന്നാണ് പറയുന്നത്. അസ്യ കൃതയ, അസ്യ ഇദ്ദേഹത്തിന്റെ എന്നാണ് അർത്ഥം. അസ്യ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൃതയ കൃതികള് വീണപൂവ്, നളിനി, ചിന്താവിഷ്ടയായ സീത ഇത്യാദയ സന്ധി എന്നാണ് പറയുന്നത്. അപ്പം കവിയാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അസ്യ കൃതയ, കൃതികൾ എന്നാണ് കേട്ടോ, കൃതയ എന്നാണ് പറയുന്നത്. കൃതികൾ പറഞ്ഞു. ശേഷം എന്താണ്? അയം മഹോദയ, ഇദ്ദേഹം എന്നാണ് കേട്ടോ. ഇദ്ദേഹം 1924 തമേ വർഷേ എന്ന വർഷത്തില് ജനുവരി മാസത്തില് 16 ദിനാങ്കെ അല്ലെ, ഷോഡശ ദിനാങ്കെ എന്നാണ് അല്ലെ. 16 ഷോഡശ എന്നാണ് പറയുന്നത്. ഷോഡശ ദിനാങ്കെ ദിവംഗതഃ, എന്താണ്? അദ്ദേഹം ദിവംഗതനായി, മരിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലെ, മരിച്ചു, ദിവംഗതനായി, ദേഹവിയോഗം ചെയ്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലെ. 16-ാം തീയതി ദിവംഗതഃ
മരിച്ചു എന്നതിന് പറയുന്നത് ദിവംഗത. അപ്പം ജനിച്ചു എന്ന് പറയുന്നതിന് ജനിമലബത, മരിച്ചു ദിവംഗത. ഈ രണ്ട് വാക്കും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശങ്കരാചാര്യരെ കുറിച്ച് ഒരു എസ്സേ എഴുതാൻ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്തെഴുതും? ശങ്കരാചാര്യ എന്ന് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു. ശങ്കരാചാര്യ എന്ന് ഹെഡിങ് കൊടുക്കുന്നു അല്ലെ. ശങ്കരാചാര്യ ഹെഡിങ് കൊടുത്തു. ഇനിയോ ശങ്കരാചാര്യർ എവിടെയാണ് ജനിച്ചത് എന്ന് എഴുതണം അല്ലെ. ശങ്കരാചാര്യ കാലടി ഗ്രാമേ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. കാലടി ഗ്രാമേ. ജനിമലബത, കാലടി ഗ്രാമത്തില് ജനിച്ചു എന്നാണ് കേട്ടോ. കാലടി ഗ്രാമേ ജനിമലബത, ജനിച്ചു. പിന്നെ അച്ഛൻ ആരാണ്, അമ്മയാരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ പറ്റില്ല. അസ്യ, ഇദ്ദേഹത്തിൻ്റെ, അസ്യ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പിതാ ആരാണ്, ശിവഗുരുഹു അല്ലെ. ശിവഗുരു അല്ലെങ്കിൽ ആര്യാമ്പ എന്നൊക്കെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും പേരൊക്കെ വരാറ് അല്ലേ. അങ്ങനെ എഴുതാം അല്ലേ. അച്ഛൻ്റെ പേര് എഴുതാം, അമ്മയുടെ പേര് ചേർത്തിട്ട് ഭവദഹ എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ. അസ്യ മഹോദയസ്യ, ഈ ഇദ്ദേഹത്തിൻ്റെ, ഈ ആചാര്യസ്യ, ഇതൊരു ആചാര്യനാണ്. അപ്പം നമുക്ക് ആചാര്യസ്യ എന്ന് എഴുതാം. ആ സാർ എന്നാണ് എന്ന് വെച്ചാലോ, അദ്ദേഹം ഒരു സാർ എന്നാണ് നമുക്ക് വിളിക്കാൻ കഴിയുന്നത് എങ്കിലാണ് നമ്മൾ മഹോദയ എന്ന് വിളിക്കുന്നത്. ഇതൊരു ആചാര്യനാണ്, അതുകൊണ്ട് നമുക്ക് ആചാര്യസ്യ ദേശഃ, ആചാര്യസ്യ കൃതിഹി എന്നാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ചാണെങ്കിലോ മഹാത്മാഗാന്ധി മഹോദയ എന്ന് നമുക്ക് പറയാം അല്ലെ. കുമാരനാശാൻ മഹോദയ എന്നാണ് നമ്മൾ പറയാം. അങ്ങനെ നമുക്ക് ഉതകുന്ന രീതിയിൽ എന്താണ് അവരുടെ ഒരു സ്ഥാനം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രൊഫൈല് ഫലപ്രദമാകും, നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. എല്ലാവരും പരീക്ഷയ്ക്ക് ഈ ഒരു ജീവനചരിതം നോക്കിയിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പരീക്ഷയ്ക്ക് പോവുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. നമുക്ക് വീണ്ടും കാണാം. ധന്യവാദ.